Adaptation for polar and mountain habitats means animals and plants of the polar region and mountain region le adaptations എന്തൊക്കെയാണെന്നാണ് ഇന്ന് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. Okay. These habitats are called, we know that polar region and mountain region, it is very cold region, isn't it? പോളാറിൽ ഞാൻ നിങ്ങൾ ഒരിക്കലും വീഡിയോ ഒരു ഗ്ലോബ് ഒക്കെ കാണിച്ചു തന്നതാണ് അല്ലേ? Why it is very cold എന്ന് കാണിച്ചു തന്നതാണ്. And even mountain region also it is very cold because it is very high level area from sea level. സീ ലെവലിൽ നിന്നും വളരെ ഉയരത്തിലാണ് ഈ മൗണ്ടൻസ് ഒക്കെ വരുന്നത്. നമുക്ക് ജസ്റ്റ് ഇമാജിൻ ചെയ്യാൻ പറ്റും ഹിമാലയാസ് ഒക്കെ. ഹിമാലയാസ് എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം മഞ്ഞു മൂടി കിടക്കുന്ന ഒരു സ്ഥലമാണ് അല്ലേ? അപ്പം ഈ മൗണ്ടൻ മേളിലോട്ട് പോകുന്നതനുസരിച്ച് തണുപ്പായിരിക്കും. നമ്മൾ എന്തുകൊണ്ടാണ് ടൂറിനൊക്കെ പോകുമ്പോൾ ഊട്ടിക്കൊക്കെ പോകുന്നത്? ഊട്ടിയിൽ പോകാറില്ലേ? വളരെ കോൾഡ് റീജിയൻ ആണ് അതല്ലേ? വളരെ തണുപ്പ് കാലത്ത് നമുക്ക് പോകുന്നത് അവിടെ ഭയങ്കര തണുപ്പായിരിക്കും. പിന്നെ എന്താ പറയുന്നത് മൂന്നാറിലൊക്കെ പോയാൽ ഭയങ്കര തണുപ്പല്ലേ? നല്ല തണുപ്പുള്ള കാലാവസ്ഥയാണ്. ഇറ്റ് ഈസ് എ ഹില്ലി റീജിയൻ, വളരെ ഹില്ലി ആയിട്ടുള്ള കുറെ ഉയരത്തിലുള്ള സ്ഥലമാണ് ഈ മൂന്നാർ, ഊട്ടി അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ. അപ്പൊ അവിടെ നമുക്കറിയാം ഭയങ്കര തണുപ്പാണെന്നുള്ളത്. ഇനി നമ്മുടെ ഹിമാലയൻ റീജിയൻസ് ഒക്കെ അതിനേക്കാൾ ഒരുപാട് ഹൈറ്റ് ഉള്ള സ്ഥലമാണ് കമ്പയർഡ് ടു മൂന്നാർ ആൻഡ് ഊട്ടി ആൻഡ് ഓൾ. ഓക്കെ. See, this polar region and mountain regions are very cold region, and animals and plants, those are living there are very adapted to such climate. We know that much animals and plants are not there, but which we find there are correctly adapted to that climate. Okay, the polar regions are covered with snow. There may also be a snowfall in mountain regions during winter, and in polar region it is completely covered with snow all throughout the year. എല്ലാ വർഷത്തിന്റെ മൊത്തം കാലങ്ങളിലും ദിവസങ്ങളോളം ഈ പോളാർ റീജിയനിലെ ഐസ് അല്ലെങ്കിൽ സ്നോ കവേർഡ് ആണ്. ബട്ട് ഇൻ മൗണ്ടൻ റീജിയനിൽ എങ്ങനെയാന്ന് വെച്ചാൽ ഈ ഫുൾ ഇയറിൽ ഇല്ലെങ്കിൽ പോലും വിന്റർ സീസണിൽ അവിടെ കംപ്ലീറ്റ്ലി സ്നോയാണ്, സ്നോ ഫോളിംഗ് ഉണ്ട്. ഓക്കെ. പ്ലാന്റ് ലൈഫിന് പോളാർ റീജിയനിലെ പ്ലാന്റ് ലൈഫ് എങ്ങനെയാന്ന്, ട്രീസ് ഒക്കെ എങ്ങനെയാന്ന്? Okay, see this. The trees growing on mountains are cone shaped. What is the meaning of cone shaped? Cone shaped എന്താണ്? നിങ്ങൾക്കറിയാം കോണിക്കൽ ഷേപ്പ് അല്ലേ? ഇതാ ചിത്രത്തിൽ കോൺ ഷേപ്ഡ് ട്രീസ് ടീച്ചർ കാണിച്ചിട്ടുണ്ട്. കൂർത്ത് വരുന്നത് കോൺ ഷേപ്പ് എന്ന് പറയുന്നത് നമ്മൾ മാത്സിൽ പഠിക്കാറുണ്ട്. കോൺ ഷേപ്പ് അല്ലേ? ഓക്കെ. കൂർത്ത് വരുന്നത് ഇതാണ് കോൺ ഷേപ്പ്. നമ്മൾ ഇത് ഡിസൈൻ ചെയ്ത് നിർത്തിയേക്കുന്നൊന്നും അല്ല. മനസ്സിലായോ? ഈ പോളാർ മൗണ്ടൻ റീജിയനിലെ ട്രീസ് ഒക്കെ ഈ തരത്തിലായിരിക്കും. വാട്ട് ഈസ് ദ ഫെസിലിറ്റി ഓഫ് ദാറ്റ്? ഇതിന്റെ ഫെസിലിറ്റി എന്താണെന്ന് അറിയാമോ? ഗുഡ് ഫെസിലിറ്റി. സ്നോ ഫോളിംഗ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? അപ്പൊ ഇവിടെ നോക്കാം, അതിന്റെ ലീവ്സ് ഒക്കെ കോൺ ഷേപ്ഡ് ആയിരിക്കും വിത്ത് സ്ലോപ്പിംഗ് ബ്രാഞ്ചസ്. മെനി ഓഫ് ദം സച്ച് ആസ് പൈൻ ഹാവ് ഷാർപ്പ് നീഡിൽ ലൈക്ക് ലീവ്സ്. ഇനി പൈൻ ട്രീസ് ഒക്കെയാണ് ഇവിടെ കാണുന്നത്. ഈ പൈൻ ട്രീസിനൊക്കെ നീഡിൽ പോലെയുള്ള, സൂചി പോലെയുള്ള ലീവ്സ് ആണ്. എന്തുകൊണ്ടായിരിക്കും? ദീസ് ഫീച്ചേഴ്സ് ഹെൽപ് ടു സ്നോ ടു സ്ലൈഡ് ഓഫ് ഈസിലി. ഇതിന്റെ മഞ്ഞ് വീണ് കഴിഞ്ഞാൽ നമുക്ക് കൂർത്തിരിക്കുന്നിടത്താണ് തങ്ങി നിൽക്കില്ല. മഞ്ഞ് വേഗം താഴെ വീണു പോകാൻ സഹായിക്കും. മനസ്സിലായോ? അതേസമയം പരന്നിരിക്കുന്ന ലീവ്സ് ഒക്കെ ആണെങ്കിൽ മഞ്ഞ് വീണ് കഴിഞ്ഞാൽ, സ്നോ വീണ് കഴിഞ്ഞാലും അതിൽ തന്നെ തങ്ങി നിൽക്കും. ദെൻ വാട്ട് വിൽ ഹാപ്പൻ? ഇതിൽ മഞ്ഞ് തങ്ങി നിന്ന് കഴിഞ്ഞാൽ ഇതിന്റെ വെയിറ്റ് കാരണം ഇതിന്റെ ബ്രാഞ്ചസ് ഒക്കെ പൊട്ടിപ്പോകും, കമ്പൊക്കെ അടർന്നു പോകും. ഇതേസമയം ഇപ്പൊ ഇങ്ങനെയുള്ള ഒരു ട്രീയിലേക്ക് മഞ്ഞ് വീണ് കഴിഞ്ഞാൽ അധികം അതിൽ തങ്ങി നിൽക്കില്ല, താഴോട്ട് വീണോളും. ലീവ്സ് ആണെങ്കിൽ പൈൻ ട്രീസ്, ഞാനൊരു പൈൻ ട്രീയുടെ ഇത് കാണിക്കാം. ഇതാണ് പൈൻ ട്രീസിന്റെ ലീവ്സ്. കണ്ടോ, ഇങ്ങനെ കൂർത്തിരിക്കുന്ന സൂചി പോലെയുള്ളത്. ഓക്കെ, ഇത് കണ്ടോ പൈൻ ട്രീസ്. ഇതിന്റെ ലീവ്സ് ഇങ്ങനെ സൂചി പോലെ. നമ്മുടെ ഇവിടെ നമ്മൾ കാണുന്ന പ്ലാവിന്റെയും മാവിന്റെയും ഒക്കെ ലീഫ് പോലെയല്ല. അപ്പം എന്താ സംഭവിക്കുന്നത്? സ്നോ വീണ് കഴിഞ്ഞാൽ അതിൽ തങ്ങി നിൽക്കാതെ ഇറ്റ് വിൽ ഫോൾ ഡൗൺ, അത് താഴോട്ട് വീണോളും. മനസ്സിലായോ? ഓക്കെ.
Next, animal life in polar regions, cold regions. Animals like polar bears living in the very cold polar regions have thick fur on their bodies to protect them from cold. Okay, and the video സംഭവമാവുന്നില്ല. ഒരു സെക്കൻഡ്. നേരത്തെ പറഞ്ഞ ഓക്കെ, എൻ്റെ വീഡിയോ ഓൺ ആവത്തില്ല, ചെറിയൊരു പ്രോബ്ലം. സാരമില്ല, സൗണ്ട് കേൾക്കുന്നില്ലേ? ഓക്കെ, അത് മതി. ഓക്കെ, നെക്സ്റ്റ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഓക്കെ, ആനിമൽസ് നമുക്കറിയാം. പോളാർ റീജിയനിലുള്ള ആനിമൽസ് ഏതൊക്കെയാണ്? പോളാർ ബീർ, പെൻഗിൻസ് ആൻഡ് ഓൾ, isn't it? The polar bears, penguins and all. ഏതാണ്ട് കാർട്ടൂൺ വീഡിയോ ആയിപ്പോയല്ലോ. മീനുകളുണ്ടാവില്ലേ പക്ഷെ? മീനുണ്ടാവില്ലേ? ഉണ്ട്. Okay, polar bear, and then penguins, ഇനി എന്താ വാൾറസ് പോലെയുള്ള ഒരു സ്മോൾ എലി പോലെയുള്ള ഒരു കുഞ്ഞു സാധനം, ദ വാൾറസ്. പിന്നെ നമുക്കറിയാം, പിന്നെ നമ്മളുടെ ഹില്ലി റീജിയനിലൊക്കെ ആണെങ്കിൽ ഈ യാക്ക് പോലെയുള്ള അനിമൽസ് ഒക്കെ ഉണ്ട്. അപ്പം എന്താന്ന് വെച്ചാല് ഈ അനിമൽസിന്റെ ഒക്കെ പ്രത്യേകത എന്താന്ന് വെച്ചാല് ദേ ഹാവ് എ തിക്ക് ഫർ ബോഡി. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ഫർ? ഫർ മീൻസ് വാട്ട്? ഫർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? രോമങ്ങള്. നമുക്കിപ്പം നമ്മൾ ഈ ഡോളൊക്കെ വാങ്ങുമ്പോൾ അതിൽ ഫറില്ല, രോമങ്ങൾ പോലെയുള്ള. ഈ പോളാർ ബീറിനെ പോലുള്ള ഈ പോളാർ റീജിയൻ അനിമൽസിന്റെ ഒക്കെ ബോഡിയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാല് having very living in cold regions have a thick fur on their bodies to protect them from cold. പിന്നെ അവർക്ക് അവരുടെ സ്കിന്നിന് ഭയങ്കര കട്ടിയാണ്. അതുപോലെ തന്നെ they have a thick fur. അവരുടെ രോമം എന്ന് പറഞ്ഞാൽ നമ്മളുടെ വീട്ടിലുള്ള എന്താ ഡോഗിന്റെയും അല്ലെങ്കിൽ പിന്നെ ക്യാറ്റിന്റെ ഒക്കെ ദേഹത്തുള്ള ഫർ പോലെയല്ല, ഭയങ്കരമായിട്ട് ഒരുപാടുണ്ടാകും. ഓക്കെ, ദേ ഹാവ് എ തിക്ക് ഫർ, ഒരുപാടുണ്ടാകും. നല്ല നമ്മൾ എന്താ നമ്മുടെ വീട്ടിൽ സാധാരണ നമ്മൾ തണുപ്പ് കാലത്ത് ഒരു സാധാ ഒരു പുതപ്പ് പൊതിച്ചാൽ, ബെഡ്ഷീറ്റ് പോലത്തെ ഒരു പുതപ്പ് വയ്ക്കുന്നതും നമ്മുടെ ഹിന്ദിക്കാരൊക്കെ കൊണ്ടുവരുന്ന മറ്റേ എന്താ പറയുന്നത് ഫർ ഒക്കെ ഉള്ള തരം പുതപ്പ് വെച്ചാലും എങ്ങനെ ഇരിക്കും? ഒരെണ്ണത്തിനകത്ത് കുറച്ച് തണുപ്പുണ്ടെങ്കിൽ മറ്റതിനകത്ത് നല്ല ചൂടായിരിക്കും അല്ലേ? ഓക്കെ, ലൈക്ക് ദാറ്റ് വൈ നമ്മുടെ ഇവിടെയുള്ള അനിമൽസിൽ വെച്ച് നോക്കുമ്പോൾ പോളാർ റീജിയനിലുള്ള അനിമൽസിന്റെ ബോഡിയിൽ ദേ ഹാവ് എ തിക്ക് ഫർ ആൻഡ് ദർ സ്കിൻ ഓൾസോ ഈസ് വെരി ഹാർഡ്. ഹാർഡ് എന്ന് പറഞ്ഞാൽ വെരി തിക്കായിട്ടുള്ള നല്ല കട്ടിയുള്ള തൊലിയുമുണ്ട് അവർക്ക്. തൊലിക്കട്ടി കൂടുതലാന്ന് പറയല്ലേ, എന്ന് പറയുമല്ലേ? തിക്കായിട്ടുള്ള സ്കിന്നുണ്ട്. ഇനി ആ തിക്കായിട്ടുള്ള സ്കിന്നു ഇതിന്റെ ഉള്ളില് ദേ ഹാവ് എ ലെയർ ഓഫ് ഫാറ്റ് സ്റ്റോർഡ് ഇൻ ദെയർ ബോഡി. അതിന്റെ ബോഡിയിൽ നല്ല കൊഴുപ്പ് ഫാറ്റ് അടിഞ്ഞുകൂടി. ഈ ഫാറ്റ് വിൽ പ്രൊവൈഡ് ഹീറ്റ് ഫോർ ദം. അവരുടെ ബോഡിക്ക് ആവശ്യമുള്ള ഹീറ്റ് ഈ അവരുടെ ശരീരത്തിലുള്ള ഫാറ്റ് പ്രൊവൈഡ് ചെയ്യും. Fur on their bodies to protect them from cold. Next, penguins have a layer of oily waterproof feathers and a thick layer of fat under the skin that regulates their body temperature. And another one creature is penguin. പെൻഗിന്റെ നിങ്ങൾ ചിത്രങ്ങൾ കണ്ടിട്ടുണ്ടാകും അല്ലേ? One second.
സി പെൻഗിൻസ് യൂഷ്വലി പെൻഗിൻസ് എപ്പോഴും ഈ ഓഷനിലാണല്ലോ ഉള്ളത്. ആർട്ടിക്കോ ഓഷനില് അവന്ന് വെച്ചാൽ അവിടെ ഒരുപാട് ഇനി ഇവരിങ്ങനെ നീന്തുന്ന ആൾക്കാരാണ് അല്ലേ. സി പെൻഗിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് പെൻഗിൻസ് ഹാവ് എ ലെയർ ഓഫ് ഓയിലി വാട്ടർ പ്രൂഫ്. ഇവരുടെ ശരീരത്തില് ഒരു ഓയിലി വാട്ടർ പ്രൂഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ടർ പ്രൂഫ്, വാട്ട് ഇസ് ദി മീനിങ് ഓഫ് വാട്ടർ പ്രൂഫ്? വാട്ടർ പ്രൂഫ് മീൻസ് ഇറ്റ് ഡസ് നോട്ട് അലൗ ദ വാട്ടർ ടു ഗോ ഇൻസൈഡ്. അതിന്റെ ഉള്ളില് വെള്ളം പോകാൻ സമ്മതിക്കത്തില്ല. എന്ന് വെച്ചാൽ നമ്മൾ റെയിൻകോട്ട് ധരിക്കാറുണ്ട് അല്ലെ. റെയിൻകോട്ട് ധരിക്കുന്നത് എന്തിനാണ്? സാധാരണ ഡ്രസ്സ് പോലെയാണോ റെയിൻകോട്ട്? അല്ല. കാരണം സാധാരണ ഡ്രസ്സിൽ നമ്മൾ വെള്ളം വീണ് കഴിഞ്ഞാൽ നനയും. ബട്ട് ഇൻ റെയിൻകോട്ടിലോ നനയത്തില്ല. എന്ന് പറഞ്ഞതുപോലെ ഈ പെൻഗിൻസിന്റെ ഒക്കെ ബോഡിയിൽ ഒരു വാട്ടർ പ്രൂഫ് ഫെദേഴ്സ് ഉണ്ട്. ഇതിന്റെ ഫെദേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ മലയാളം പറയുന്നത്? തൂവല്. ഓക്കെ, തൂവല് വാട്ടർ പ്രൂഫ് പോലെ ഓയിലിയാണ്. വെള്ളം വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് ആ ശരീരത്തിലേക്ക് പറ്റാതെ തന്നെ വീണ് പോയിക്കോളും. നമുക്കറിയാം നമ്മുടെ നാട്ടിലുള്ള പക്ഷികൾക്കൊക്കെ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. വസുദേവേ, പിന്നെ നമ്മുടെ നാട്ടിലുള്ള പക്ഷികളൊക്കെ ആണെങ്കിലും മഴ നനഞ്ഞു കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ അവരുടെ ബോഡി ഡ്രൈ ആകും അല്ലെ. എങ്ങനെയാന്ന് വെച്ചാൽ അവരുടെ ഇതില് വെള്ളം തങ്ങി നിൽക്കത്തില്ല. തൂവലൊക്കെ നനഞ്ഞൊട്ടിയെങ്കിൽ പോലും പെട്ടെന്ന് തന്നെ അത് ഈ വാട്ടർ പ്രൂഫ് പോലെ ഓയിലി തരമാണ്. അതുകൊണ്ട് അത് വേഗം പോകും. ഇനി നമ്മുടെ പെൻഗിൻസിനൊക്കെയാണ് അത് മോറാണ്, കൂടുതലാണ്. സോ അവർക്ക് തണുപ്പ് അത്ര അനുഭവപ്പെടത്തില്ല. പെൻഗിൻസ് ഹാവ് എ ലെയർ ഓഫ് ഓയിലി വാട്ടർ പ്രൂഫ് ഫെദേഴ്സ് ആൻഡ് എ തിക്ക് ലെയർ ഓഫ് ഫാറ്റ്. കൊഴുപ്പടങ്ങിയ വളരെ കട്ടിയുള്ള ലെയറാണ്. എന്ന് വെച്ചാൽ അവരുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ചൂട് കൊടുക്കും. പക്ഷെ നമ്മളൊക്കെ ഇഫ് വി ഗോ ടു പോളാർ റീജിയൻസ്, നമ്മൾ അതിന്റെ പരിസരത്ത് പോലും എത്തില്ല. അതിന് മുന്നേ വി വിൽ ബി ഡെഡ് ബിക്കോസ് വി കനോട്ട് ടോളറേറ്റ് ദാറ്റ് മച്ച് കോൾഡ്. Penguins have a habit of staying together in groups to keep themselves warm. So they will stay together. What is the meaning of together? They won't stay one or two like that, they will move in group, they will stay in group. So what happens, penguins have a habit of staying together in groups to keep themselves warm. See, ഇവിടെ ഇപ്പൊ ഒറ്റ ഒരു പിക്ചറിന്റെ, പക്ഷെ ഇവിടെ എല്ലാം കൂട്ടമായിട്ടാണ് പെൻഗിൻസ് നടക്കുന്നത്. ചിത്രം കാണിച്ചിരുന്നത് കണ്ടില്ലേ? ഓക്കെ, അങ്ങനെ ഇതെല്ലാം ഗ്രൂപ്പായിട്ട് പോകുന്നുണ്ടോ? പെൻഗിൻസ് ലുക്ക് ലൈക്ക് ഹ്യൂമൻ ബീങ്സ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ മനുഷ്യരെ പോലെ തോന്നുന്നുണ്ടല്ലേ ഇങ്ങനെ നിവർന്നൊക്കെ നിൽക്കുമ്പം. പെൻഗിൻസ് ആർ നോൺ ആസ് അഡ്വക്കേറ്റ്സ്, വക്കീല്, ലോയേഴ്സ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇവരെ ലോയർ എന്ന് പറയുന്നത്, വക്കീൽ എന്ന് പറയുന്നത് അറിയാവോ? ഹർനന്ദ് ഈസ് ട്രൈയിങ് ടു ടെൽ സംതിങ്. അൺമ്യൂട്ട് ചെയ്തിട്ട് വേഗം പറ. ബാക്കിലൊക്കെ ഒരു കറുപ്പില്ലേ? ആർക്കും അറിയത്തില്ല. അവരുടെ ഡ്രസ് അതുപോലെ പറഞ്ഞോ ഹരി. അവരുടെ ഡ്രസ് അതുപോലെ അവരുടെ ഡ്രസ് ലോസിനെ പോലെ. ഹർനന്റെ കേട്ടില്ല. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? എനിക്ക് ഇങ്ങോട്ടൊരു സൗണ്ടും കേൾക്കുന്നില്ല. ഓക്കെ, why these penguins are called in nicknames as lawyers or advocates എന്ന് പറഞ്ഞാല് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ വക്കീലിന്റെ ഡ്രസ് എന്താണ്? ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ വക്കീൽമാരുടെ ഡ്രസ്സ്? വക്കീൽമാരുടെ ഫോട്ടോ കണ്ടിട്ടില്ലേ? അപ്പൊ അവരെന്ത് തരം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഇടുന്നത് എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ ഇവരെ കാണുമ്പോ നോക്കിയാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ഇവരുള്ളത് അല്ലേ? ഇവിടെ വൈറ്റ്, അവിടെ ബ്ലാക്ക് അല്ലേ? ഓക്കെ, പിന്നെ ഒരു ഹ്യൂമൻ ബീങ്സിനെ പോലെ സ്റ്റാൻഡിങ്, മനുഷ്യർ നിൽക്കുന്ന പോലെയൊക്കെയാണ് നിൽക്കുന്നത്. ഇതിന് മറ്റു പക്ഷികളെ അപേക്ഷിച്ച് നിവർന്ന് നിൽക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. മറ്റു പക്ഷികൾ ഇങ്ങനെ 4 കാലില്ല എങ്കിൽ പോലും ദേ ആർ വാക്കിംഗ് ഇൻ 2 ലിംസ്. 2 കാലേ ഉള്ളെങ്കിൽ പോലും സാധാരണ നമ്മുടെ അനിമൽസ് ഒക്കെ നടക്കുന്ന പോലെ കുനിഞ്ഞാണ് നടക്കുന്നത്, നമ്മുടെ വീട്ടിൽ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നത്. പക്ഷെ ഇവര് നോക്കിക്കേ, ദേ ആർ വാക്കിംഗ് സ്ട്രെയിറ്റ്ലി ലൈക്ക് ഹ്യൂമൻ ബീങ്സ്, നമ്മളെ പോലെ നിവർന്ന് നടക്കുന്നതാണ്. അപ്പൊ ഇവരെ പറയുന്നത് ലൈക്ക് ദേ ലുക്ക് ലൈക്ക് ലോയേഴ്സ്. ഓക്കെ, next, and these people penguins live in group. അവർ ഒറ്റയ്ക്കല്ല, അവരൊരു ഗ്രൂപ്പായിട്ടാണ് ജീവിക്കുന്നത്. എന്തിനാന്ന് വെച്ചാൽ to keep themselves warm. We know that if you are sitting alone in a classroom or in a room, you may feel a little cold. തണുപ്പ് കാലത്തൊക്കെയാണ് നിങ്ങൾ ഒറ്റയ്ക്ക് ഒരാൾ തന്നെ റൂമിലൊക്കെ ഇരിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ രാത്രി നിങ്ങൾ കിടക്കുവാണെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കിയേ,
നിങ്ങൾ രാത്രിയിൽ ഒറ്റയ്ക്ക് കിടക്കുന്ന ആൾക്കാർ എത്ര പേരുണ്ട്? ഹൗ മെനി ഓഫ് യു സ്ലീപ്പ് അലോൺ അറ്റ് നൈറ്റ്? 1 2 ആരാമൽ 3. Okay. Some are, no, I am asking regularly, not 1 or 2 days. ഒരു ദിവസത്തെ 2 ദിവസത്തെ കാര്യമല്ല. എല്ലാ ദിവസവും ഒറ്റയ്ക്ക് ഉറങ്ങുന്ന ആൾക്കാർ, അനിയന്റെയോ അനിയത്തിയുടെയോ ചേച്ചിയുടെയോ ചേട്ടന്റെ ഒന്നും കൂടെ കിടക്കാതെ തന്നെ കിടക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ? പേടിയൊക്കെ മാറിയോ? ഭയങ്കര ധൈര്യവാന്മാരാണ് കേട്ടോ. ഓക്കെ, ശരി. ഇനി നിങ്ങൾ ഒറ്റയ്ക്ക് കിടക്കുന്നതാണോ, നിങ്ങളുടെ വീട്ടിൽ ഇപ്പൊ നിങ്ങളുടെ ബ്രദറോ സിസ്റ്ററോ ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ കൂടത്തിൽ കിടക്കുമ്പോഴാണോ നിങ്ങൾക്ക് കൂടുതൽ തണുപ്പ് തോന്നുന്നത്? ഒന്നും അറിയില്ല. I can't hear. ഒന്നും അറിയില്ല. എനിക്ക് സൗണ്ടിന്റെ എന്താ പ്രശ്നമുണ്ടല്ലോ, കേൾക്കുന്നില്ലല്ലോ. പ്ലീസ് അൺമ്യൂട്ട്. ആതിര ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ, എനിക്കൊന്നും സൗണ്ട് കേൾക്കുന്നില്ല, ഒന്നും കേൾക്കുന്നില്ല. അപ്പൊ എന്തോ എന്റെ സോറി, ഒന്നും കേൾക്കുന്നില്ല. അപ്പൊ റെക്കോർഡിംഗ് ആവുന്നുണ്ടാവോ ഇല്ലയോ അറിയത്തില്ല. ഇവിടെ റെക്കോർഡിംഗ് കാണിക്കുന്നുണ്ട്. നമ്മള് പറയുന്ന മിസ് കേൾക്കുന്നില്ല. മിസ്സേ എനിവേ ഒന്നും കേൾക്കുന്നില്ല. എനിവേ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടാവൂല അല്ലേ? കേൾക്കുന്നില്ലേ? ഓക്കെ, റെക്കോർഡിംഗിൽ അത് സൗണ്ട് ഉണ്ടോന്ന് അറിയത്തില്ല. റെക്കോർഡിംഗ് കൊടുത്തിട്ടുണ്ട്, അറിയത്തില്ല. ഞാൻ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ചെക്ക് ചെയ്തോളാം. ശരി, അപ്പൊ നമ്മള് പറഞ്ഞത് എന്തായിരുന്നു? ഓക്കെ, പെൻഗിൻസിനെ കുറിച്ചാണ് അല്ലെ? പെൻഗിൻസ് how the animals living in polar region are adapted to the climate of that region. Polar region animals like polar bear and all have a thick fur and thick skin, and they have a very thick layer of fat under the skin to keep themselves warm. Okay, next birds like penguins are living there, and they have a oily fur, oily waterproof feather to keep themselves warm. അവരുടെ ഓയിലി വാട്ടർപ്രൂഫ് ആയിട്ടുള്ള തൂവലുകള് അവരെ ചൂട് നൽകി അവരെ പ്രൊട്ടക്ട് ചെയ്യും. നെക്സ്റ്റ് പിന്നെ they have a thick layer of fat to keep themselves warm, and also they live in group. They do not live as single, but instead they live in group to keep themselves warm. നമുക്കറിയാം, ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഒറ്റയ്ക്ക് തണുപ്പ് കാലത്ത് കിടന്നുറങ്ങുമ്പോൾ നമുക്ക് കൂടുതൽ തണുപ്പ് തോന്നും. അതേസമയം നമ്മുടെ കൂടെ നമ്മുടെ ബ്രദറോ സിസ്റ്ററോ ഫ്രണ്ട് ആരെങ്കിലും കൂടുതലുണ്ട്, നമ്മൾ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുമ്പോഴോ നമുക്ക് കുറച്ചുകൂടെ വാം തോന്നും അല്ലെ? അവരുടെ ബോഡിയുടെ ഹീറ്റും കൂടെ നമുക്ക് കിട്ടും, നമ്മുടെ ബോഡിയുടെ ഹീറ്റും കൂടെ അവർക്ക് കിട്ടും. അപ്പൊ എന്താണ്, തണുപ്പ് തോന്നൂല അല്ലെ? അങ്ങനെയല്ലേ? നമുക്കറിയുന്നില്ലേ? അപ്പൊ യൂഷ്വലി പെൻഗിൻസ് ഓൾസോ live like that way in group. So many nearly 5 or 10 20 like that way. So many penguins live in group so to keep themselves warm. Next, animals living in mountain habitats also have a thick skin or fur to protect themselves from cold. In polar region അത്രയും തന്നെ തണുപ്പില്ലെങ്കിൽ പോലും
mud hilly region animals also have a thick skin and fur. Some animals are having thick skin and some animals are having thick fur to keep themselves from the cold. For example, yak, snow leopards, mountain goats have strong hoofs which help them to climb rocky slopes of mountains. Next, do you know yak? യാക്കിനെ അറിയാവോ? യാക്ക് എന്ന് പറഞ്ഞാൽ ദിസ്, ഈ അനിമൽ ആണ് യാക്ക്. ഓക്കെ, ചമരിക്കാല നമ്മുടെ ഇവിടെ ഇല്ല. നമ്മുടെ ഇവിടുത്തെ പോലെ നമ്മുടെ എന്താ പറയണ്ടേ, ആരെ പോലെയാ, നമ്മുടെ ഇവിടുത്തെ എരുമ പോത്തൊക്കെ പോലെ അല്ലെ. പക്ഷെ ഇതിന്റെ ഫർ നോക്കിക്കേ, രോമം നോക്കിക്കേ, ഭയങ്കര ഹെയർ, അതായത് ഇതിന്റെ എന്താ പറയുന്ന രോമം ഭയങ്കരമായിട്ടുണ്ട്, നീളം വെച്ച് നമ്മുടെ മുടി പോലെയൊക്കെ അല്ലേ. സോ ദിസ് വിൽ ഹെൽപ് ദ animals to keep themselves warm. കാണുന്നുണ്ടോ, പിക്ചർ കാണുന്നുണ്ടോ? ഓക്കെ, നെക്സ്റ്റ് ഇതിന്റെ ഹൂവ്സ്. ഹൂവ്സ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ കാലിന്റെ ഈ കാൽപാദമില്ലേ, കുളമ്പ് എന്ന് പറയും. എന്താ പറയണ്ടേ അതിന്? ഈ സാധനം കാലിന്റെ നമ്മുടെ ഫിംഗേഴ്സ് പോലെയുള്ള ഭാഗം. പശുവിന്റെ ഒക്കെ വ്യത്യാസമല്ലേ? ഡോഗിന്റെ പോലെയാണോ പശുവിന്റെ കാലിന്റെ ഭാഗം? ഇല്ല, കാരണം അതിന് വെയിറ്റ് ഉണ്ട്. അതിങ്ങനെ മണ്ണിലോ കല്ലിലോ ഒക്കെ ചവിട്ടി നടക്കുന്ന ഒരു ജീവിയാണ് പശുവൊക്കെ. നമ്മുടെ ഇവിടെയാണെങ്കിലും നമുക്കറിയാം അല്ലെ. ഇനി ഈ ഹില്ലി റീജിയനിലുള്ള യാക്സിന്റെ ഒക്കെ ഹൂസ് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. മഞ്ഞിലൊക്കെ ചവിട്ടണമെങ്കിൽ നല്ല തണുപ്പ് കയറും അല്ലെ. നമുക്കറിയാം അത് പോളാർ റീജിയനിലെ ഹില്ലി റീജിയനിലൊക്കെ ഭയങ്കര കോൾഡ്. അപ്പൊ ഒരു 2 മിനിറ്റ് നേരത്തെ നല്ല അത് അതിലെ നടക്കുന്നത്. ഹോൾ ത്രൂ ഔട്ട് ഇറ്റ്സ് ലൈഫ് ഇറ്റ് ഈസ് വാക്കിംഗ് ത്രൂ ദ സ്നോ ആൻഡ് ഹില്ലി റീജിയൻസ്. സോ ഇറ്റ് ഹാസ് എ സ്ട്രോങ് ഹൂസ്, സ്ട്രോങ് ആയിട്ടുള്ള കാലിന്റെ കുളമ്പ്. നമ്മൾ എന്താ മലയാളത്തിൽ പറയുന്നത് എനിക്കറിയത്തില്ല, നിങ്ങൾക്ക് എന്താണ് പറയുന്നത് അറിയാമോ? പശുവിന്റെ കാലിന്റെ ഈ ഭാഗത്തിന് കുളമ്പം തന്നെയാണ് പറയുന്നത്. ഓക്കെ, ഞങ്ങൾ അങ്ങനെ തന്നെ പറയുന്നത്. ഓരോ സ്ഥലത്തും ഓരോ ലാംഗ്വേജ് ഉള്ളത്. ഇൻ ഇംഗ്ലീഷ് ഇറ്റ് ഈസ് കോൾഡ് ഹൂസ്. ഇംഗ്ലീഷിൽ ഇതിനെ ഹൂസ് എന്നാണ് പറയുന്നത്, HOOVES. ഓക്കെ, ഇറ്റ് ഹാസ് എ സ്ട്രോങ് ഹൂസ് ടു വാക്ക് ത്രൂ ദ hilly regions, and we know that sometimes ice pieces and all will there. When it stamp on the ice piece, it may break down and all. So കുറെ സമയം നടക്കുമ്പോൾ നമ്മളൊരു ശകല സമയം ഒരു ഐസ് പീസ് എടുത്ത് നമ്മുടെ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ഭയങ്കരമായിട്ട് അതെന്ത് ചെയ്യും, നമുക്ക് മരവിപ്പ് തോന്നും, തണുത്തിട്ട് മരച്ചു പോകും അല്ലെ. അപ്പൊ ഇവര് സ്ഥിരം ഈ തണുപ്പ് ഏരിയയിൽ കൂടെ നടക്കുമ്പോൾ ഇവർക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഹൂസ് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? They cannot live properly there because they may die. See, this is yak. Okay, ഇനി അവിടെ താമസിക്കുന്ന മൗണ്ടൻ ഗോഡ്സ്, ആടുകളുണ്ട്, കാട്ടിലൂടെ, അതിന്റെ ഹൂസും ഇതുപോലെ സ്ട്രോങ് ആയിരിക്കും. പിന്നെ ലിയോപാർഡ്സിന്റെ അതുപോലെ തന്നെ ആയിരിക്കും. ഓക്കെ, so animals living on mountain habitats also have a thick skin or fur to protect themselves from cold. Example, yaks and snow leopards. മഞ്ഞിൽ ജീവിക്കുന്നതിന് പുലി പോലത്തെ ലിയോപാർഡ്സ് ഉണ്ട് അല്ലെ. Mountain goats have strong hooves which help them to climb rocky slopes of mountains. അവിടുത്തെ മൗണ്ടൻ ഗോഡ്സിനും ഉണ്ട് ഇതുപോലെ വെരി തിക്ക് ആയിട്ടുള്ള ഹൂവ്സ് ടു ക്ലൈംബ് ഓൺ റോക്സ്. അവിടെ നമുക്കറിയാം മൗണ്ടൻസിൽ കല്ലും മണ്ണും എല്ലാം കാണും. മണ്ണെന്ന് പറയാൻ മണ്ണും ഉണ്ടാകും. പിന്നെ റോക്കി സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? മൗണ്ടൻ എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒറ്റ കുന്നായിരിക്കുമല്ലോ. കുന്നിങ്ങനെ ഒരു കയറ്റം ഉണ്ടാകും, പിന്നെ ഒരു ഇറക്കം ഉണ്ടാകും, കയറ്റം ഇറക്കം, അങ്ങനെ പല രീതിയിലായിരിക്കും, കുണ്ടും കുഴികളും ഒക്കെ ആയിട്ടാണ്. സോ അതിലൊക്കെ നടക്കണമെങ്കിൽ നമ്മുടെ ഇവിടെയുള്ള ഡോഗ്സിന്റെയും കാറ്റ്സിന്റെയും ഒക്കെ കാലിന്റെ പാദം പോലത്തെ കുഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാദമൊക്കെ ആണെന്നൊരു നടക്കാൻ പറ്റത്തില്ല. ഓക്കെ, how do you feel when it becomes very hot or very cold? ഇപ്പൊ നമുക്കറിയാം, നമുക്ക് ചില സമയത്ത് ഭയങ്കര ചൂടുള്ള കാലാവസ്ഥ കിട്ടാറുണ്ട് അല്ലെ. സമ്മർ സീസണിലൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ചാൽ ചൂടിനേക്കാൾ കൂടുതൽ ഹ്യൂമിഡിറ്റിയാണ് നമുക്കിവിടെ, ഒരു പുകച്ചിലാണ് അല്ലെ. ഡു യു ഫീൽ അൺകംഫർട്ടബിൾ ആൻഡ് ലേസി when it is too cold or when it is too hot? Do we feel laziness? നമുക്കൊരു എന്താ പറയുന്നത്, നമുക്ക് ഇവിടെ ഭയങ്കര ചൂടില്ല, ഏപ്രിൽ മെയ് മാസത്തിലൊക്കെ നല്ല ചൂടുള്ള സമയത്ത് നമുക്ക് പുറത്തൊക്കെ പോയിട്ട് ജോലി ചെയ്യാൻ നമുക്ക് എന്താ മടിയാണ് അല്ലെ. അതുപോലെ തന്നെ നല്ല മഴയൊക്കെ പെയ്ത് നല്ല തണുപ്പുള്ള സമയമാണെങ്കിലോ നമുക്ക് പുറത്തിറങ്ങാനോ ജോലി ചെയ്യാനോ അല്ലെങ്കിൽ കളിക്കാനോ പുറക്കാനൊക്കെ പോകാൻ നമുക്ക് ഭയങ്കര മടി തോന്നും, ലേസിനെസ് തോന്നും അല്ലെ. ഓക്കെ, ലിവിങ് തിങ്സ് ആർ മോസ്റ്റ് ആക്റ്റീവ് വിതിൻ എ certain temperature of range.
അല്ലാത്ത ഒരു കാലാവസ്ഥ നല്ല ഇങ്ങനെ ചന്നം പിന്നെ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഒതുങ്ങിക്കൂടി ഉള്ളിൽ എവിടെയെങ്കിലും ചൂട് പിടിച്ചിരിക്കാനേ തോന്നുള്ളൂ. We like to stay back in our house when it is raining heavily. And when it is too hot also, we would like to stay back at home. We don't like to come out and to be engaged in activities. We would like to have holidays when there is rain and all, isn't it? Don't like to come travel. You don't like to come to school. You don't like to go to anywhere when it is raining and all. You would like to stay back at home and to be comfortable, isn't it? നമുക്ക് വീട്ടിലെങ്ങനെ ഇരിക്കാം. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാനൊക്കെ ബാംഗ്ലൂർ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ once in a while only they will get rain, not like us. നമ്മളെ ഇവിടുത്തെ പോലെ മൺസൂൺ ക്ലൈമറ്റ് ഒന്നുമല്ല, എപ്പോഴെങ്കിലും ഒക്കെ റെയിൻ കിട്ടുള്ളൂ. ആ മഴ കിട്ടുന്ന ദിവസങ്ങളിൽ എന്താന്ന് വെച്ചാൽ അവിടുത്തെ സോയിലിന്റെ പ്രത്യേകത കൊണ്ടാണ്, നമ്മൾ പഠിച്ച പോലെ സോയിലിന്റെ പ്രത്യേകത കൊണ്ട് വാട്ടർ നേരെ വെള്ളത്തിലേക്ക്, നമ്മുടെ ഇവിടുത്തെ പോലെ ഹില്ലി റീജിയൻ ഒന്നുമല്ല, അതുകൊണ്ട് വെള്ളം താഴോട്ട് പോകത്തില്ല. ഈ വെള്ളം ഇങ്ങനെ പതിയെ സ്ലോലി ആണ് താഴോട്ട് പോകുന്നത്. അങ്ങനെ സ്ലോലി പോകുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്, വെള്ളം ഇങ്ങനെ കെട്ടിക്കിടന്ന് ചെളിയാകും നമ്മൾ അതിലേക്ക് നടക്കുമ്പോൾ. ആൻഡ് വി നോ ദാറ്റ് ഇറ്റ് ഇസ് എ പോപ്പുലേറ്റഡ്, വെരി ഹൈ ലെവൽ പോപ്പുലേറ്റഡ് റീജിയൻ. നല്ലപോലെ ഒത്തിരി ജനങ്ങൾ തിങ്ങി പാർക്കുന്നതാണ്. ഒരുപാട് ഫ്ലാറ്റുകളൊക്കെ ഉണ്ട്, അങ്ങനെ ഒത്തിരി. അപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടന്ന് വാഹനങ്ങൾ പോകുമ്പോഴോ അല്ലെങ്കിൽ മനുഷ്യരൊക്കെ നടക്കുമ്പോൾ ചെളിയാകും. പിന്നെ കോൾഡും ആയിരിക്കും, തണുപ്പുമായിരിക്കും. സോ nobody likes to come out of the rooms because one thing is it is raining, another thing it is cold, and another thing if you come out it is very dirty. എന്ന് പറഞ്ഞാൽ എന്താണ്, വെള്ളം അങ്ങോട്ട് താഴാത്തതുകൊണ്ട് വെള്ളം കെട്ടിക്കിടക്കും. ആ ചെളിവെള്ളം നമുക്കറിയാം പോപ്പുലേറ്റഡ് ഏരിയ ആയതുകൊണ്ട് തന്നെ ഡേർട്ടി ഒക്കെ ഉണ്ടാകും അല്ലെ, അതിനകത്തോടെ നടക്കാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല. സോ നോ സ്റ്റുഡൻസ് ലൈക്ക് ടു കം ഔട്ട് ടു ഹൗസ് ഓർ ടു ഗോ ടു സ്കൂൾ ആൻഡ് ഓൾ. They don't like to play on that day. Other days the children are very interested to play, but when it rains children are not like to come out to play. They like to stay back inside. And even not only children, even elders also, people don't like to go for work and all on those days. They would like to get a holidays or leave from the office and all. അന്നൊരു ലീവ് കിട്ടിയിരുന്നെങ്കിൽ എല്ലാവരും ആഗ്രഹിക്കും. കാരണം മഴ കാരണം ഈ അഴുക്ക് ചെളിയിലൂടെ ഒക്കെ നടക്കാൻ, തണുപ്പ്, അങ്ങനെയുള്ളൊരു കളി. അല്ലെങ്കിൽ സാധാരണ യൂഷ്വൽ ഡേയ്സിലൊക്കെ people are very active. They would like to go out to work and all. Children like to go to school to play or to go to the playground and all. Okay. So almost all living things are active when they are getting comfortable climate. If it is too cold also, they don't like to come out. If it is too hot also, they would not like to come out. മനസ്സിലായോ? നമുക്ക് ഇവിടെ നല്ല മഴയുള്ളപ്പോഴോ അല്ലെ നല്ല ചൂടുള്ളപ്പോഴോ നമ്മള് വീടിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. പുറത്തു പോയിട്ട് കളിക്കാനോ മറ്റു ആക്ടിവിറ്റികൾ ചെയ്യാനോ അല്ലെങ്കിൽ ജോലി ചെയ്യാനോ ഒന്നും ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഇപ്പോൾ ഉള്ള ക്ലൈമറ്റ് നമുക്ക് കംഫർട്ടബിൾ ആണ് അല്ലെ, മഴയൊന്നുമില്ല. നമ്മൾ പുറത്തു പോയി കളിക്കും, സ്കൂളിൽ പോകണമെങ്കിൽ പോകും, ടൗണിൽ പോകണമെങ്കിൽ പോകും, അച്ഛനും അമ്മയ്ക്ക് ജോലിക്ക് പോകണമെങ്കിൽ പോകും അല്ലെ. ഓക്കെ. സോ ദേ ബിക്കം സ്ലോ ഇഫ് ഇറ്റ് ഈസ് എബവ് ഓർ ബിലോ ദിസ് റേഞ്ച്. സാധാരണ നമ്മൾ പറഞ്ഞാൽ നമ്മൾ ഇനാക്റ്റീവ് ആകുന്ന, ഇനാക്റ്റീവ് അല്ല, ലേസിനെസ്, നമ്മൾ മോർ ആക്റ്റീവ് അല്ലാത്ത സമയമാണ് നല്ല ചൂടുള്ള സമയവും നല്ല തണുപ്പൊക്കെയുള്ള സമയം. നമ്മൾ വീടിന്റെ ഉള്ളിൽ തന്നെ. ഇൻഫാക്ട് സം അനിമൽസ് സച്ച് ആസ് ഫ്രോഗ്, hedgehog and dormouse go to sleep throughout the winter, and that is known as a hibernation. I think we might have studied hibernation. Hibernation കുറിച്ച് നേരത്തെ പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ. What is hibernation? Hibernation means a deep sleep when there is too hot or when there is too cold. Like Kumbhakarna. You might have heard about Kumbhakarna. കുംഭകർണനെ പറ്റി കേട്ടിട്ടുണ്ടോ? എപ്പോഴെങ്കിലും എവിടെയെങ്കിലും സ്റ്റോറിയിലോ അങ്ങനെയെങ്കിലും പുരാണത്തിലുള്ള ഒരു ക്യാരക്ടറാണ് കുംഭകർണ എന്ന് പറയുന്നത്. എന്താ കുംഭകർണയുടെ പ്രത്യേകത? കുംഭകർണ will eat for 6 months without any sleep, without any other activities and all. He'll be eating. Then the next 6 months he will be continuously sleeping. He won't get up. He no need food because he has already eaten 6 months continuously. He has already stored in his stomach. ഇതൊരു കഥാപാത്രമാണ് കേട്ടോ, ഒറിജിനൽ ആണോ നമുക്കറിയില്ല. കുംഭകർണൻ എന്ന് പറഞ്ഞത് 6 മാസം ഉറക്കവും 6 മാസവും തീറ്റയും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ലൈക്ക് ദാറ്റ് വേ animals which are living in cold region and very hot regionsലെ animalsന്റെ പ്രത്യേകതയുണ്ട്. ഇങ്ങനെ ചില animals ഉണ്ട് ഹൈബർനേഷൻ ചെയ്യും എന്ന് പറഞ്ഞാൽ, ഹൈബർനേഷൻ മീൻസ്
When they get food, they will eat nicely. And when there is too cold and when there is snowfall and all, they cannot come out to in search of food and all. Cold ആണ് പിന്നെ ഫുഡ് അന്വേഷിച്ച് നടക്കാനൊന്നും പറ്റത്തില്ല. അപ്പൊ ഇവരെന്ത് ചെയ്യും? They will take a deep sleep. They will stay back in their halls or bureau, wherever it is, in their shelter. അതിന്റെ വീട്ടിൽ അത് എന്തായിക്കോട്ടെ, ഹാൾസോ എന്താ പറയുന്ന കേവ്സോ എന്തോ ആയിക്കോട്ടെ, അവർ താമസിക്കുന്ന ഷെൽട്ടറിനുള്ളിൽ അവരിങ്ങനെ കണ്ടിന്യൂസ് സ്ലീപ്പിംഗ് ഫോർ 20-25 days, 1 month, 1.5 months and all. സോ ഇവർക്ക് ആ സമയത്ത് ഫുഡ് അതിന് മുന്നേ അവർ ആവശ്യമുള്ളതൊക്കെ കഴിച്ചിട്ടുണ്ടാകും. അത് ഫാറ്റ് ആയിട്ട് ഇവരുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അപ്പൊ അവരുടെ ബോഡിക്ക് നിങ്ങൾ നമ്മൾ പറയും 2 ദിവസം ഫുഡ് കഴിച്ചില്ല ചത്തു പോവില്ലെന്നും. 2 മാസം ഫുഡ് കഴിച്ചില്ലെങ്കിലും അവർ ചത്തൊന്നും പോകത്തില്ല. കാരണം അവരുടെ ബോഡിയിൽ ഫാറ്റ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ഓക്കെ, സോ animals like such as a frog, hedgehog and dormouse go to sleep throughout the winter. This is known as hibernation. Hibernation is a deep sleep that helps animals to save energy and survive the winter without eating much. They utilize the food or fat stored in their bodies. Some activities of plants such as loss of water and rate of photosynthesis also get reduced in winter. Some plants also will do like that way. ഇതാണ് നമ്മുടെ ഹെഡ്ജ് ഹോഗ് എന്ന് പറഞ്ഞ അനിമൽസ്. ഇതൊന്നും നമ്മുടെ ഇവിടെ ഇല്ലാത്തതാണ് കേട്ടോ. ഇത് ലുക്സ് ലൈക്ക് മൗസിനെ പോലെ തോന്നുന്നുണ്ട് അല്ലേ? ഓക്കെ, ഈ അനിമൽസ് ആണ് ഹെഡ്ജ്. ഇവര് പകല് ഭക്ഷണം കിട്ടുന്ന സമയത്തെല്ലാം തിന്നിട്ട് പിന്നെ ഇവർക്ക് ഫറൊക്കെ ഉണ്ട് കണ്ടോ അവരുടെ ബോഡിയിൽ. പിന്നെ അവർ വിന്റർ സീസണിൽ പുറത്തേ ഇറങ്ങുകയില്ല. അതിന്റെ ഉള്ളിൽ കിടന്ന് ഉറക്കവേ ഉറക്കം ഒന്നും സംഭവിക്കും. മറ്റേ ഇനിയിപ്പോ എന്താ പറയുന്നത്, എർത്ത് ക്വാക്സ് ഭൂമികൾക്ക് ഉണ്ടായാൽ പോലും ഇവർ അറിയത്തില്ല. ഇപ്പൊ കൊറോണ ഒന്നും വന്നത് മിക്കവാറും അവർ അറിഞ്ഞിട്ടുണ്ടാകില്ല. കാരണം they are sleeping continuously. Okay, next one is dormouse അല്ലേ? അതും ഇതുപോലെ തന്നെ അതാ ലൈക്ക് സ്കുരലിന്റെ ഒക്കെ അല്ല എന്താ പറയുന്ന സ്കുരല് മൗസിന്റെ ഒക്കെ ലുക്കാണ് ഇതിന്. ആ ഒരു ടൈപ്പ് തന്നെയാണ്. ഓക്കെ, സോറി സ്ക്രീൻ മാറിപ്പോയി. ഓക്കെ, സോ ഇവരൊക്കെ എന്ത് ചെയ്യുന്നു? അതാ ഇവിടെ ഉണ്ട് ഹൈബർനേഷനിൽ ഡോർമോസ് ഉറങ്ങുന്ന ചിത്രം കണ്ടോ? എങ്ങനെയായിരുന്നു? നല്ല സുഖമായിരുന്നു. സ്കൂളിലൊന്നും പോകേണ്ട, ഉറക്കം, നല്ല ഉറക്കം ഉറങ്ങിക്കൊണ്ടിരുന്നാൽ മതിയായിരുന്നു. മമ്മി വന്ന് ഇടയ്ക്ക് വിളിച്ച് എണീപ്പിക്കൊന്നുമില്ലായിരുന്നു അല്ലേ? Okay, some plants also have such adaptations. അവർക്ക് അങ്ങനെയുള്ള അഡോപ്റ്റേഷൻസ് ഉണ്ട്. എന്തൊക്കെ? അവരുടെ photosynthesis will be very less during winter season and loss of water also will be very less. ആ സമയം ഫോട്ടോസിന്തസിസും പിന്നെ ലോസ് ഓഫ് വാട്ടറും ഒക്കെ വളരെ കുറവായിരിക്കും. അങ്ങനെയുള്ള അഡോപ്റ്റേഷൻസ് ഒക്കെ ഉണ്ട്. നെക്സ്റ്റ് നമ്മുടെ ടൈം കഴിഞ്ഞു. ഇനി അഡോപ്റ്റേഷൻസ് ഫോർ ഗ്രാസ് ലാൻഡ് ഹാബിറ്റേറ്റ്സ് ആണ്. വി വിൽ കണ്ടിന്യൂ ഇൻ ദ next. Today do you have again one more period? Science in a new table. Okay, ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. 3 periods. കമ്പ്യൂട്ടർ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അല്ല, കമ്പ്യൂട്ടർ അല്ല. ഓക്കെ, ഞാൻ ടൈം 2 സയൻസും 2 മാത്സും. അതാണ് ചെന്നത്തെ ടൈം ടേബിൾ. Okay, bye then.